പൊടി വായ്പ വാങ്ങിയപ്പോൾ ഒരു വിശ്വാസത്തിന്, ഒരു ഉറപ്പിന് തന്റെ പടയെങ്കി അവിടെ കൊടുത്തതാ. പടയെങ്കി അവിടെ കൊടുത്തത് അവിടെ പിടിച്ചോ, ഈ ഗോതമ്പിന്റെ പൊടി ഞാൻ തിരിച്ചു തരുമ്പോൾ പടയെങ്കി തിരിച്ചേൽപ്പിച്ചാൽ മതി. അഥവാ ഗോതമ്പിന്റെ പൊടി തിരിച്ചു തന്നില്ല എങ്കിൽ ഈ പടയെങ്കി എനിക്ക് സ്വന്തമാക്കാം, വിറ്റുപണമാക്കാം. ഇതാണ് റസൂലുള്ളാഹിന്റെ പണയം. 30 സ്വാ ഗോതമ്പിന്റെ പൊടി, 60 കിലോ ഗോതമ്പിന്റെ പൊടി അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് അതിന് ഒരു ഡെപ്പോസിറ്റ് എന്ന നിലക്ക്, പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് ഈ പടയെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതാണത്രേ 5 കോടി ലോൺ എടുക്കാനുള്ള തെളിവ്. ആരാ പറഞ്ഞത്? സഖാഫിമാർ തന്നെയാണ്. എന്നിട്ട് അത് പറഞ്ഞ് ന്യായികൾ ചൊപ്പിക്കുക. ഇനി കൃത്യമായി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹസൻ സഖാഫി തന്നെ പറയും എങ്കിൽ നമ്മുടെ വിശദീകരണം ആവശ്യമില്ല. അപ്പൊ കാര്യം കൂടുതൽ ബോധ്യമാകും. ശ്രദ്ധിക്കുക. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോയത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? നോക്കിക്കോ, എന്താ പറയുന്നത്? ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് എഴുതിയ, ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്ത് ഇക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാളെപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചതാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി ലോൺ രൂപയുണ്ടല്ലോ, ഈ ലോണ് നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട്, പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ അല്ല ഇയാള് കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അപ്പൊ കണ്ടോ സഹോദരങ്ങൾ, എന്താ സൂചിപ്പിച്ചത്? ഇനി പറയേണ്ട ആവശ്യമില്ല ആരാകാവുന്നവരൊന്നും. കൂടെ പഠിച്ച് കൂടെ നടന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ഹസൻ സഖാഫിയാണ് പറഞ്ഞത്. പലിശക്ക് പണമെടുത്തു എന്ന് മാത്രമല്ല, ഇല്ലെന്ന് കളവ് പറയുകയും ചെയ്തു. അങ്ങനെ പച്ചക്കള്ളം പറയൽ അയാളുടെ ശൈലിയാണ് എന്ന് അത് കണ്ട് ബോധ്യപ്പെട്ടു പോന്ന ഹസൻ സഖാഫിയാണ് പറഞ്ഞത്.
അപ്പൊ ഈ രൂപത്തില്